നാരായണ 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 വംശീ വിഭൂഷിതകരാന്നവനീർദാപാത്പീതാംബരാധരണബിംബഫലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ശ്രീകൃഷ്ണായ നമഃ. സജ്ജനങ്ങളെ, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായം ആണ് വിചാരം ചെയ്തു വന്നത്. 9-ാം അധ്യായത്തിൽ ഭീഷ്മർ, കൗരവ പിതാമഹനായ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്നു. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനാൽ അനുഗതനായിട്ട് ധർമ്മപുത്ര മഹാരാജാവും മറ്റു പാണ്ഡവരും അതോടൊപ്പം മറ്റ് ഋഷിമാരും രാജാക്കന്മാരൊക്കെ തന്നെ ഭീഷ്മർക്ക് ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം ശ്രവണം ചെയ്യുന്നു. ദാനധർമ്മം, രാജധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത്ധർമ്മം, ഇങ്ങനെ നിരവധി ധർമ്മത്തിൻ്റെ പല പല വശങ്ങളെക്കുറിച്ച് അദ്ദേഹം യുധിഷ്ഠിരൻ ചോദിച്ചതനുസരിച്ച് വിശദമായ മറുപടികൾ പറഞ്ഞ ശേഷം അദ്ദേഹം ഭഗവാന്റെ മാഹാത്മ്യം പറയാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹ വിശേഷം തനിക്ക് ലഭിച്ചിരിക്കുന്നതിന് ഭഗവാനോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. ഭഗവാനെ മനസ്സുകൊണ്ട് പൂജ ചെയ്ത് തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന ആ ഘട്ടത്തിൽ ജന്യം ജനാർദ്ദനം വിസർജൻ എന്നാണ്. തുഷ്ടാവ ജന്യം വിസർജൻ ജനാർദ്ദനം. ജന്യം വിസർജൻ, തൻ്റെ ജനനത്തിന് കാരണമായിരിക്കുന്ന ഈ ശരീരത്തെ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ശരീരബന്ധത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാനെ മറ്റെല്ലാ ഈ കരണേന്ദ്രിയങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഐന്ദ്രിയമായ കർമ്മങ്ങളെയും വിട്ടുകൊണ്ട് ഭഗവാനെ തന്നെ അദ്ദേഹം ശരണം പ്രാപിച്ചു, ഭഗവാനെ തന്നെ അദ്ദേഹം സ്തുതിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്തുതിയാണ് ഭീഷ്മസ്തുതി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഭീഷ്മരുടെ ഈ സ്തുതി സാധാരണ പോലെ വ്യാസൻ അനുഷ്ടുപ്പ് വൃത്തത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു വൃത്തത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴൊക്കെ വ്യാസൻ വികാരഭരിതനാകുന്നുവോ, ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയുന്നുവോ, ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹം വൃത്തം മാറ്റി പ്രയോഗിക്കാറുണ്ട്. ഇവിടെ സംസ്കൃത വൃത്തമായ പുഷ്പിതാഗ്ര എന്ന വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുഷ്പിതമായ അഗ്രത്തോടു കൂടിയ ഒരു വള്ളി വൃക്ഷത്തിലങ്ങ് ചുറ്റിപ്പിടിച്ച് ഇരിക്കുന്ന ആ ഒരു മനോഹാരിത, ഈ പുഷ്പിതാഗ്ര എന്ന ആ പുഷ്പിതമായ അഗ്രത്തോട് കൂടിയിട്ടുള്ള വള്ളി അല്ലെങ്കിൽ ഒരു ചെടി എന്ന അർത്ഥമുള്ള ആ വൃത്തമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആ വൃത്തം സ്വതവേ തന്നെ വളരെ മനോഹരമാണ്. നനരയ വിഷമത്തിലും സമത്തിൽ പുനരിഹ നഞ്ചജരംഗ പുഷ്പിതാഗ്ര എന്നാണ് വൃത്തത്തിൻ്റെ ലക്ഷണം. അതിൽ നരയ വിഷമ, അതായത് വിഷമ പാദം, സമപാദം, ഇങ്ങനെയാണ് രണ്ട് തരത്തിലാണ് പാദങ്ങൾ ഉണ്ടാവുക. അപ്പൊ വിഷമപാദത്തിൽ നഗണം നഗണം രഗണം യഗണം, വിഷമപാദത്തിൽ നഗണം ജഗണം ജഗണം രഗണം, ഒടുവിലൊരു അവസാനത്തെ അക്ഷരം, അതായത് രണ്ടാമത്തെയും നാലാമത്തെയും പാദങ്ങളിൽ, നാലാമത്തെയും രണ്ടാമത്തെയും വരികളുടെ അവസാനത്ത് ഒരു അക്ഷരം, ദീർഘാക്ഷരം കൂടുതലുണ്ടായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉള്ള ഒരു വൃത്തമാണ് പുഷ്പിതാഗ്ര. നമുക്ക് ആ ശ്ലോകം, 1-ാം ശ്ലോകം, ആ 32-ാമത്തെ ശ്ലോകം വായിച്ച് അതിൻ്റെ പദച്ഛേദവും അന്വയം ചെയ്ത് അർത്ഥവും വിചാരം ചെയ്യാം. ശ്രീഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാപി തൃഷ്ണ ഭഗവതേ സാത്വതപുംഗവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയദ്ഭവപ്രവാഹ. ശ്രീഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാപി തൃഷ്ണ ഭഗവതേ സാത്വതപുംഗവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയദ്ഭവപ്രവാഹ. ശ്രീഭീഷ്മ ഉവാച ഇതി മതിഃ ഉപകൽപിതാ വിതൃഷ്ണാ ഭഗവതി
സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിം ഉപേയുഷി യദ്ഭവപ്രവാഹ. എങ്ങനെയാണ് സന്ധി വിരിക്കേണ്ടത്? ഇനി ഈ ശ്ലോകത്തിന്റെ അന്വയം നോക്കൂ. സാത്വത പൊങ്കവേ വിഭൂംനി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിം ഉപേയുഷി ഭഗവതി യത് ഭവപ്രവാഹ വിതൃഷ്ണാമതി ഇതി ഉപകൽപ്പിത. ഇങ്ങനെ നമുക്ക് അന്വയിക്കാം. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? സാത്വത പുങ്കവേ വിഭൂംനി. സാത്വത പുങ്കവൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. സാത്വതന്മാരിൽ വെച്ച് പുങ്കവനായിരിക്കുന്നവൻ. പുങ്കവൻ എന്ന് വെച്ചാൽ ഒരർത്ഥമുള്ളത് കാള എന്നാണ്. പുല്ലിംഗത്തിലുള്ള ഗോവ്, അതായത് പശുവിൻ്റെ ആൺ വർഗം. കാളക്ക് പുങ്കവൻ എന്ന് പറയാം. പക്ഷേ പുങ്കവൻ എന്നതിന് ശ്രേഷ്ഠൻ എന്ന് അർത്ഥമുണ്ട്. അതുപോലെ കാളയുടെ മറ്റൊരു പര്യായമായ ഋഷഭൻ എന്ന വാക്കിനും കാള എന്നും ശ്രേഷ്ഠൻ എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് സാത്വത ഋഷഭൻ, ഭരത ഋഷഭൻ, ഭരത പുങ്കവൻ, സാത്വത പുങ്കവൻ, ഇങ്ങനെ ഈ പുങ്കവ ശബ്ദം ചേർത്തുകൊണ്ട് ഒരാളെ ശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സാത്വതൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു അർത്ഥമുള്ളത് യാദവന്മാർ എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ സാത്വതന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭഗവാനിൽ വിഭൂംനി വിഭൂമ എന്ന പദത്തിന്റെ സപ്തമി വിഭക്തിയാണ് വിഭൂംനി. വിഭൂമാവിൽ എന്നാണ് അത് കാണിക്കുന്നത്. എന്താണ് വിഭൂമ എന്ന സംസ്കൃത വാക്കിന് അർത്ഥം? ഭൂമ എന്ന് വെച്ചാൽ ധാരാളമായിട്ട് ഉള്ള അവസ്ഥ, ബഹുത്വം ഉണ്ടായിരിക്കുന്ന അവസ്ഥ, മഹിമ, മഹത്വം, ഇതൊക്കെ ഉള്ള ആ അവസ്ഥയാണ് ഭൂമ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വിരാട് പുരുഷന് ഈ പദം സാധാരണ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഭൂമ എന്ന് വെച്ചാൽ, ഭൂമാവ് എന്ന് വെച്ചാൽ വിരാട് പുരുഷനായിരിക്കുന്ന സർവചരാചരങ്ങളും ഏതൊരു ഭഗവാനിൽ ചേർന്ന് നിൽക്കുന്നുവോ ആ മഹത് ശരീരവുമായിട്ടിരിക്കുന്ന ആ ഭഗവാനെ ഭൂമാവ് എന്ന് ഭാഗവതത്തിൽ വേറെ ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വി എന്നുള്ള ഒരു ഉപസർഗം ചേർത്തു. വി എന്നുള്ള ഉപസർഗത്തിന് വിശേഷേണ എന്നാണ് സാധാരണ അർത്ഥം. അപ്പൊ വിശേഷമായിട്ടുള്ള വിശിഷ്ട സർവാതിശായി ഭൂമ മഹത്വം യസ്യ സ വിഭൂമ. ഇങ്ങനെ ഒരു വ്യാഖ്യാതാവ്, ഗൂഢാർത്ഥ സന്ദീപനി എന്ന് പറയുന്ന ഒരു ഭാഗവത വ്യാഖ്യാനമുണ്ട്. ഭാഗവത ശ്ലോകങ്ങളുടെ നിഗൂഢമായ രഹസ്യമായ അർത്ഥങ്ങളെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഗൂഢാർത്ഥ സന്ദീപനി. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. വിശിഷ്ട സർവാതിശായി ഭൂമ മഹത്വം യസ്യ സ വിഭൂമ. വിശേഷമായിട്ടുള്ള സർവ്വതിനെയും അതിശയിപ്പിക്കുന്ന, സർവ്വതിനെയും കടന്നു നിൽക്കുന്നതായ മഹത്വത്തോടു കൂടിയിട്ടുള്ള ഭൂമാവായിരിക്കുന്ന ആളാണ് വിഭൂമാവ്. അപ്പൊ ഈ ഭൂമ എന്നുള്ള ശബ്ദം ഭാഗവതത്തിൽ നമുക്ക് കാണാം, അതുപോലെ വേദങ്ങളിലും കാണാം. ഈശ്വരന് ഈ ഭൂമാവ് എന്ന ശബ്ദം യോ വാ ഭൂമ തത് സുഖം നാൽപേ സുഖമസ്തി എന്ന് ഛാന്ദോഗ്യോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്. ഒരു മന്ത്രത്തിന്റെ ഒരു വാക്യം, യോ വാ ഭൂമ തത് സുഖം. യാതൊന്നാണോ ഭൂമാവായിരിക്കുന്നത്, യാതൊന്നാണോ പുരുഷനായിരിക്കുന്നത്, ഈശ്വരനായിരിക്കുന്നത്, അത് സുഖമാണ്, അത് സുഖത്തിന്റെ വസ്തുവാണ്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അല്പേ സുഖമസ്തി. അല്പമായിരിക്കുന്ന വസ്തുവിൽ സുഖമില്ല. മഹത്തായിരിക്കുന്ന വലിയ ഈശ്വരന്റെ വലുപ്പം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റാത്തതായിട്ട് ആണ്. അതുകൊണ്ട് ആ ഈശ്വരങ്കലാണ് നിത്യമായ സുഖമുള്ളത്. അല്പമായിരിക്കുന്ന വസ്തുവിൽ അല്പസുഖം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അനന്തമായ വസ്തുവിൽ അനന്തമായ സുഖം, അതേസമയത്ത് നശ്വരമായ വസ്തുവിൽ നശ്വരമായ സുഖം. ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോൾ വേദങ്ങളിൽ ഈ ഭൂമ എന്ന ശബ്ദം നമുക്ക് കാണാം എന്ന് ഞാൻ ഇവിടെ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് വിഭൂംനി. അതിൻ്റെ സപ്തമി വിഭൂമാവിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വിഭൂംനി എന്ന് പറഞ്ഞു. അപ്പോൾ സാത്വതന്മാരുടെ യാദവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നവനും
അതേസമയത്ത് സാക്ഷാൽ വിരാട് സ്വരൂപമായിക്കൊണ്ട് സകല പ്രപഞ്ചത്തെയും തന്നിൽ വഹിക്കുന്നവനുമായ അതിമഹത്തായ ശക്തിയോട് കൂടിയിട്ടുള്ള ആ മഹാത്മാവായിരിക്കുന്ന ഭഗവാനിൽ സ്വസുഖം ഉപഗതേ സ്വസുഖം ഉപഗതേ സ്വസുഖം ഉപഗതേ. അവിടെ സുഖം എന്നുള്ളത് ഭഗവാൻ സുഖത്തെ സ്വന്തം സുഖത്തെ പ്രാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് അവിടെ ഭഗവാന്റെ സുഖം എന്താണ്? സ്വസ്വരൂപത്തെ അറിയുമ്പോഴുണ്ടാകുന്ന സുഖമാണ്. സ്വന്തം ആത്മാവിന് സ്വന്തം ശക്തിയെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള സുഖമാണ്. അപ്പോൾ ഈ സ്വസുഖം ഉപഗത എന്നതിന് സ്വസ്വരൂപഭൂതം പരമാനന്ദം ഉപഗതേ പ്രാപ്തവതി. സ്വസ്വരൂപഭൂതം അവനവന്റെ സ്വരൂപാനുഭൂതിയിലൂടെ ലഭിക്കുന്നതായ സുഖം ലഭിച്ചിരിക്കുന്നവനായിരിക്കുന്ന ഭഗവാനിൽ. ഭഗവാൻ എപ്പോഴും ലഭ്യമാണ്. ഭഗവാൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതില്ല. ഭഗവാൻ സ്വയം സുഖസ്വരൂപനാണ്, സുഖത്തിലിരിക്കുന്നവനാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഉള്ളിലുള്ള നിത്യമായ ആ സുഖത്തെ അറിയാൻ സാധിക്കാത്തതാണ് നമ്മുടെ എല്ലാ സമസ്യകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഭഗവാൻ എപ്പോഴും സുഖസ്വരൂപനായിരിക്കുകയും സുഖത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെ സ്വസ്വരൂപത്തെ പ്രാപിച്ച് അതിൻ്റെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ക്വചിത് വിഹർത്തും പ്രകൃതിം ഉപേയുഷി എന്നാണ്. ക്വചിത് വിഹർത്തും, കഥാചിത് വിഹർത്തും, ക്രീഡിതും. ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ വിഹർത്തും ഇച്ഛതി. വിഹർത്തും എന്ന് വെച്ചാൽ കളിക്കാൻ വേണ്ടിയിട്ട്, വിഹാരം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് വിഹർത്തും. അങ്ങനെ കളിക്കാൻ വേണ്ടി, വിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു? പ്രകൃതിം ഉപേയുഷി ഭഗവതി. പ്രകൃതിയെ ഉപയോഗിക്കുന്നവനായ, പ്രകൃതിം എന്ന് വെച്ചാൽ യോഗമായ, ഭഗവാന്റെ യോഗമായ, പ്രകൃതിയും യോഗമായാം ഉപേയുഷി സ്വീകൃതവതി എന്നർത്ഥം. എന്ന് വെച്ചാൽ സ്വീകരിക്കുന്നവനായ ആ ഭഗവാനിൽ. അതായത് കളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്ന് ബോറടിക്കുന്നു, എന്തെങ്കിലും കളിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭഗവാനും സ്വസ്വരൂപത്തിൽ ഇങ്ങനെ അലിഞ്ഞ് അതിൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ചിന്തിക്കുകയാണ്, ഇനി അല്പം വിഹാരമാകാം, ഇനി ഞാൻ പ്രപഞ്ച സൃഷ്ടി നടത്താം, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ അതിൽ ചില പരിണാമങ്ങൾ വരുത്താം, അല്ലെങ്കിൽ അതിനെ സംഹരിക്കാം. ഇങ്ങനെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാൻ സ്വസ്ഥനായിരിക്കുന്ന ഭഗവാൻ ഇടക്ക് ചെയ്യുന്ന വിഹാരമാണ്, ലീലയാണ്, കളിയാണ്. അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കയ്യിലുള്ള കളിപ്പാട്ടം എന്താണ്? അത് ത്രിഗുണാത്മകയായ മായയാണ്. ദൈവീശേഷ ഗുണമയി മമ മായാ ദുരത്യയ. എന്നിട്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ദൈവികമായ ഈ ഗുണമയിയായ ത്രിഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഈ മായ എൻ്റെ സ്വന്തം മായയാണ്, അത് ദുരത്യയാണ്. അവളെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്, അവളെ അറിയാനും പ്രയാസമാണ്. ആ ദുരത്യമായ, ആർക്കും സമീപിക്കാൻ സാധിക്കാത്തതായ, ദുർഗമയായിരിക്കുന്ന, എല്ലാവരെയും വശപ്പെടുത്തുന്നവളായ, എല്ലാവരെയും ആകർഷിക്കുന്നവളായ, എല്ലാവരെയും വശീകരിച്ച് ഈ സുഖദുഃഖത്തിൻ്റെ ഈ സംസാരത്തിൽ കൊണ്ടിരിക്കുന്നവളായ ആ മായയെ ഭഗവാൻ എന്തു ചെയ്യുന്നു? ഈ വിഹാരത്തിന് വേണ്ടിയിട്ട്, സൃഷ്ടിസ്ഥിതിയിലായ ലീലകളാകുന്ന വിഹാരത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രകൃതിയെ ഭഗവാൻ ഉപയോഗിക്കുന്നു. ഒരു കുശവൻ, ഒരു കുലാലൻ കുടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണിനെ ഉപയോഗിക്കുന്നത് പോലെ ഭഗവാൻ അതിൻ്റെ ഈ പ്രപഞ്ച സൃഷ്ടിക്കുള്ള ഒരു വസ്തുവായിട്ട്, ഒരു റോ മെറ്റീരിയലായിട്ട്, ഒരു അസംസ്കൃത പദാർത്ഥമായിട്ട് ഈ ത്രിഗുണാത്മകയായ പ്രകൃതിയെയാണ് ഉപയോഗിക്കുന്നത്. ആ പ്രകൃതിയും ഭഗവാനിൽ നിന്നും വ്യത്യസ്തമല്ല, ഭഗവാന്റെ തന്നെ ജീവഭൂത സനാതനായി, ഭഗവാന്റെ തന്നെ ആ ദിവ്യ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നവളാണ്. ഭഗവാൻ ഇച്ഛക്കനുസരിച്ചിട്ട് രൂപം കൊണ്ടവളുമാണ്. അങ്ങനെ കളിക്കാൻ വേണ്ടി, അതായത് സൃഷ്ടിസ്ഥിതിയിലായ ലീലകൾ കരതലാമലകം പോലെ, ഉള്ളം കയ്യിലുള്ള നെല്ലിക്ക പോലെ അനായാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിതൃഷ്ണാമതിഹി ഇതി ഉപകൽപ്പിത. എൻ്റെ വിതൃഷ്ണമായ മനസ്സ്, തൃഷ്ണയെ വിട്ടുകളഞ്ഞിരിക്കുന്ന, ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ പരിപക്വമായ മനസ്സിനെ നിഷ്കാമമായ എന്നർത്ഥം. വിതൃഷ്ണ എന്ന് വെച്ചാൽ കാമത്തെ ഇല്ലായ്മ ചെയ്ത നിഷ്കാമമായിട്ടുള്ള എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. ഉപകൽപ്പിത. ഇനി ഇവിടെ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതി മതിരുപകൽപ്പിത ആവിതൃഷ്ണ എന്ന് ചൊല്ലിയാലോ? ഒരുമിച്ച് ചൊല്ലി അതിനെ ഒരു ഒറ്റ സമസ്ത പദമാക്കിയിട്ട് ചൊല്ലുകയാണെന്ന് വിചാരിക്കുക.
ഇതി മതിരുപകൽപ്പിത അവിതൃഷ്ണ. അപ്പോൾ ഇതി മതിരുപകൽപ്പിത അവിതൃഷ്ണ എന്ന് ചൊല്ലിപ്പോയാലോ തെറ്റില്ല എന്നാണ് ശ്രീധരാചാര്യസ്വാമികളും മറ്റും പറയുന്നത്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീധരീയത്തിൽ എങ്ങനെയാവും അപ്പോൾ അർത്ഥം? അപ്പോ അവിതൃഷ്ണേതി വാ ഛേദ അവിതൃപ്തേത്യർത്ഥ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇനി അവിതൃഷ്ണ എന്ന് നമ്മൾ വായിച്ചു പോയാൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് പദച്ഛേദം ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിതൃപ്ത എന്ന അർത്ഥമെടുത്താൽ മതി. ഈ ഭഗവാനിൽ എനിക്ക് തൃപ്തി അടയാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മനസ്സ് ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടിയിട്ടും കണ്ടിട്ടും സ്തുതിച്ചിട്ടും പൂജ ചെയ്തിട്ടും മതി വന്നിട്ടില്ല എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള ആ മനസ്സിനെ ഞാൻ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ പരമഫലരൂപാം ശ്രീകൃഷ്ണേരതിം പ്രാർത്ഥയിതും പ്രഥമം സുഹൃതമർപ്പയതി എന്നാണ് ശ്രീധരാചാര്യസ്വാമികൾ ഇതിൻ്റെ ഈ സ്തുതിയുടെ ആമുഖമായിട്ട് പറഞ്ഞത്. പരമഫലസ്വരൂപയായിരിക്കുന്ന ശ്രീകൃഷ്ണരതി. ഭീഷ്മർ ഈ സ്തുതിയിൽ പ്രാർത്ഥിച്ചത് എന്താണ്? എനിക്ക് രതി ഉണ്ടാകണമെന്നാണ്. രതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനോടുള്ള പരമപ്രേമമാണ് രതി. അത് ഒരു പ്രേമമാണ്. പ്രേമത്തിൻ്റെ മറ്റൊരു പര്യായപദമാണ് രതി. അപ്പോൾ ഭഗവാനോടുണ്ടാകുന്ന ഒരു അനുരാഗം, ഒരു പ്രണയം, ഒരു വല്ലാത്തൊരു സ്നേഹം, വല്ലാത്തൊരു ആകർഷണം, ഭഗവാനില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ഉദാത്തമായ ഭാവമാണ് ശ്രീകൃഷ്ണരതി, ശ്രീകൃഷ്ണ പ്രേമം എന്ന് പറയുന്നത്. ആ ശ്രീകൃഷ്ണ പ്രേമമാണ് തനിക്ക് വേണ്ടത് എന്ന് ഭഗവാനോട് തന്നെ ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി എന്തു ചെയ്തു? പ്രഥമം സ്വകൃതം അർപ്പയതി. സ്വന്തം കർമ്മങ്ങളെ ഭഗവാനിലേക്ക് അർപ്പിച്ചു. എല്ലാ കർമ്മങ്ങളും, ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും, പാപപുണ്യകർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ചു. അതാണ് ഇത് നാനാധർമാദ്യുപായൈർ മനോധാരണ ലക്ഷണോപകൽപ്പിത സമർപ്പിത. നാനാധർമ്മങ്ങളെ കൊണ്ടും നാനാ ഉപായങ്ങളെ കൊണ്ടും എന്തൊക്കെയാണോ മനസ്സിൽ വാസനകൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത് അതൊക്കെ തന്നെ എന്ത് ചെയ്തു? ഭഗവാനിൽ സമർപ്പിച്ചു. ആ മനസ്സിനെ വിശുദ്ധമാക്കി തീർക്കുകയാണ്. ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ സാധിക്കും എന്നാണ് ഭീഷ്മ പിതാമഹൻ ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഭഗവാനിലേക്ക് തൻ്റെ മനസ്സിനെ, വിശുദ്ധമായ മനസ്സിനെ സമർപ്പിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഭീഷ്മരുടെ ഈ സ്തുതിയുടെ ഒരു പ്രത്യേകത, ഭീഷ്മർ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഭഗവാനോട് എന്ന വണ്ണമാണ് പറയുന്നതെങ്കിലും എവിടെയും ഭഗവാനോട് നീ എന്നോ നിങ്ങൾ എന്നോ അങ്ങ് എന്നോ ഭവാൻ എന്നോ ഉള്ള ഒരു ഒരു സർവനാമം ഉപയോഗിച്ചിട്ടില്ല. അവൻ, ഇവൻ, കൃഷ്ണൻ, പാർത്ഥസാരഥിയായിരിക്കുന്ന കൃഷ്ണൻ, വിജയസഖാവ്, ഇങ്ങനെയുള്ള അന്യപുരുഷനായിട്ട് ആണ്, അതായത് പ്രഥമ പുരുഷൻ ആയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനോട് പറയുമ്പോൾ ഞാൻ നിന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു, നിന്നെ ഭജിക്കുന്നു, നീ എന്നെ രക്ഷിക്കണമെന്നല്ലേ? അങ്ങനെയല്ല. ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ, ഭഗവാനിൽ എനിക്ക് രതി ഉണ്ടാകട്ടെ, ഭഗവാനോട് എനിക്ക് ഭക്തി ഉണ്ടാകട്ടെ, ഭഗവാൻ എന്നെ ഇങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉള്ള പദങ്ങളാണ് ഈ സ്തുതിയിലുള്ളത്. അത് ഈ ഭീഷ്മസ്തുതിയുടെ ഒരു സവിശേഷതയാണ്. ഇനി നമുക്ക് ഭീഷ്മസ്തുതിയുടെ ഞാൻ ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശ്രീഭീഷ്മ ഉവാച ഇതി മതിരുപകൽപ്പിതാപി തൃഷ്ണ ഭഗവതി സാത്വതപുംഗവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷയദ്ഭവപ്രവാഹ. അടുത്ത ശ്ലോകം നോക്കൂ, 33-ാമത്തെ ശ്ലോകം. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ നവദ്യാ. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ നവദ്യാ. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുഃ അളകകുലാവൃതാനനാബ്ജം വിജയസഖേ രതിഃ അസ്തു മേ അനവദ്യ. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ഇനി അതിൻ്റെ അന്വയം നോക്കൂ. ഏകദേശം ആ ശ്ലോകത്തിൻ്റെ അതേ
ക്രമത്തിൽ തന്നെയാണ് അന്വയവും വരുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരാംബരം അളകകുല ആവൃത ആനനാബ്ജം വപുഹു ദധാനേ വിജയസഖേ മേ അനവദ്യാ രതിഹി അസ്തു. ഇതാണ് ശ്ലോകത്തിൻ്റെ അന്വയം. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേനവദ്യ. എന്താണ് ഓരോ പദത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ത്രിഭുവനഗമനം, ത്രിഭുവനം എന്ന് വെച്ചാൽ 3 ഭുവനങ്ങൾ. ഏതാണ് 3 ലോകങ്ങൾ? ഭൂമിയുടെ താഴെയുള്ള ബിലസ്വർഗങ്ങളായിട്ടുള്ള അധോലോകങ്ങൾ, ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങൾ ഭൂമിയും, ഭൂമി അടക്കമുള്ള 7 ലോകങ്ങളും മുകളിലും ഭൂമിയുടെ താഴെയുള്ള 7 ലോകങ്ങൾ, അങ്ങനെ 14 ലോകങ്ങളും ചേർന്നതിനെയാണ് ത്രിഭുവനം. അപ്പം ഭൂമി, ഊർധ്വലോകങ്ങൾ, അധോലോകങ്ങൾ, ഇത് 3 ചേർന്നതിനെയാണ് ത്രിഭുവൻ എന്ന് പറയുന്നത്. അപ്പോൾ ത്രിഭുവൻ എന്ന് വെച്ചാൽ 3 ലോകം എന്ന് നമ്മൾ എളുപ്പത്തിന് പറയുമെങ്കിലും അത് 14 ലോകങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ ത്രിഭുവന കമനം എന്ന് വെച്ചാൽ എന്താണ്? ത്രിലോക്യാം ഏകമേവ കമനീയം തത് വപുർദധാനേ. 3 ലോകങ്ങളിലും കമനീയമായിരിക്കുന്നത്, കാമിക്കത്തക്കതായിട്ടുള്ളത്, ആഗ്രഹിക്കത്തക്കതായിട്ടുള്ള വസ്തു എന്താണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം തന്നെയാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. നാരായണീയത്തിൽ നാരായണ ഭട്ടതിൽ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വച്ച് ഏറ്റവും സൗന്ദര്യമുള്ളത്, ആശ്ചര്യമുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ആശ്ചര്യമുള്ളത് എന്താണ്? ശ്രീ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം തന്നെയാണ്. സകല ആളുകൾക്കും ഭഗവാന്റെ ആ സ്വരൂപ ദർശനം കൊണ്ട് കാമം ഉണ്ടാകും, കാമിച്ചു പോകും, ആഗ്രഹിച്ചു പോകും. ഇതിനെ എനിക്ക് എന്നും എൻ്റെ കയ്യിൽ വയ്ക്കാൻ സാധിക്കണം, എൻ്റെ ഹൃദയത്തെ വെച്ച് ആരാധിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു മനസ്സിൻ്റെ കാമനകളെ വർദ്ധിപ്പിക്കുന്ന, എങ്ങനെയുള്ള കാമന? ഭഗവാനോടുള്ള ആ പ്രേമാതിരേകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അല്ലാതെ ബാഹ്യവസ്തുക്കളോടല്ല. ബാഹ്യവസ്തുക്കളോടുള്ള ആകർഷണമൊക്കെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ആ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് വെമ്പിപ്പോകുന്ന രീതിയിലുള്ള അത്യാകർഷകമായ അതിസുന്ദരമായ രൂപമാണ് ഭഗവാന്റേത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ തമാലവർണ്ണം, തമാല വൃക്ഷത്തിൻ്റെ നിറം. തമാല വൃക്ഷം എന്ന് വെച്ചാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിന് കറുപ്പ് നിറമുള്ള കരിങ്കാലി വൃക്ഷം, നീർമാതളം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അതുപോലെ തമാല വൃക്ഷം, തമാലം എന്നൊരു വൃക്ഷത്തിൻ്റെ പേരാണ്. ആ വൃക്ഷത്തിൻ്റെ നിറം കറുപ്പായതുകൊണ്ട് ഭഗവാനെ തമാല നീലം, നീലയും കറുപ്പും സംസ്കൃതത്തിൽ പര്യായവാചികളായിട്ടാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ട് നീല എന്ന് വെച്ചാൽ കറുപ്പ്, രണ്ടും പര്യായങ്ങളാണ്. അപ്പോൾ തമാലവൃക്ഷത്തിൻ്റെ നീല നിറത്തോട് കൂടിയവനും രവികര ഗൗരവരാംബരം ദധാനേ. രവികരം എന്ന് വെച്ചാൽ രവിയുടെ, സൂര്യൻ്റെ കരം എന്ന് വെച്ചാൽ ഇവിടെ കിരണം, സൂര്യൻ്റെ രശ്മികൾ പോലെ അല്ലെങ്കിൽ രശ്മികളുടെ ഗൗരവരാംബരം. ഗൗരം എന്ന് വെച്ചാൽ എന്താണ്? ഗൗരം എന്ന് വെച്ചാൽ സാധാരണ പ്രസിദ്ധമായ അർത്ഥം വെളുപ്പ് എന്നാണ്. ഭഗവാന്റെ വരാംബരം, ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ വസ്ത്രം വെളുത്തിട്ടാണോ? നമ്മളൊക്കെ ഭഗവാന് പീതാംബരൻ എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ ഗൗരം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഗൗരി എന്ന് വെച്ചാൽ വെളുത്തവൾ എന്നാണ്. ഗൗരവർണ്ണത്തിന് വെളുപ്പ് നിറം എന്നാണ് പ്രസിദ്ധമായ അർത്ഥം. എന്നാൽ അങ്ങനെയല്ല. ഗൗരശബ്ദത്തിന് വെള്ള, മഞ്ഞ, അരുണം എന്നീ അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് അമരകോശത്തിൽ കാണാൻ സാധിക്കും. അമരകോശത്തിൽ പീതോ ഗൗരോ ഹരിദ്രാഭ എന്ന അമരത്തിൽ ഒരു വാക്യമുണ്ട്. മഞ്ഞ നിറം, ഗൗരം, ഹരിദ്രം എന്ന് വെച്ചാൽ ഈ മഞ്ഞളിൻ്റെ മഞ്ഞ നിറം. ഇതൊക്കെ തന്നെ ഈ ഗൗരവർണ്ണത്തിൻ്റെ പര്യായങ്ങളാണ്. മറ്റൊരിടത്ത് അമരകോശത്തിൽ പറയുന്നുണ്ട് ഗൗരോരുണേ സീതേ പീതേ, വെളുപ്പ്, മഞ്ഞ, അരുണവർണ്ണം ഒക്കെ ഗൗരം, ഇതൊക്കെ പര്യായങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൗരം എന്ന് വെച്ചാൽ ഇവിടെ രവികര ഗൗര എന്ന് പറഞ്ഞത് കൊണ്ട് സൂര്യരശ്മികളുടെ വർണ്ണം എന്താണ്? സ്വർണ്ണവർണ്ണമാകാം, മഞ്ഞ നിറമാകാം, വെളുപ്പ്, ആ വെളുപ്പിൻ്റെ ഒരു
ഭേദം, വെളുപ്പിൻ്റെ മറ്റൊരു ഭേദം ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് മഞ്ഞ തന്നെ. മഞ്ഞയും വെളുപ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല. രാത്രിയിൽ മഞ്ഞ നിറം കണ്ടാൽ നമുക്ക് രാത്രിയിൽ നമ്മൾ ലൈറ്റിട്ട് നോക്കിയാൽ മഞ്ഞ നിറം അല്പം വെളുപ്പായിട്ട് തോന്നും. മഞ്ഞ നിറത്തെ രാത്രി കാലത്ത് നമുക്ക് അധികം വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ വെളുപ്പും മഞ്ഞയുമായിട്ട് അങ്ങനെ ഒരു അടുപ്പം കൂടിയുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ഈ മഞ്ഞപ്പട്ട് പീതാംബരത്തെയാണ് രവികരഗൗരവരാംബരം. എന്തിനാണ് ഈ രവികരം എന്ന് പറഞ്ഞിരിക്കുന്നത്? തമാലവർണ്ണമാണ് ഭഗവാന്റെ ശരീരം. പച്ചല വൃക്ഷത്തിൻ്റെയാണ്. ആ വൃക്ഷത്തലപ്പുകൾക്കിടയിൽ സൂര്യപ്രകാശത്തിൻ്റെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ മഞ്ഞ നിറം, ആ മഞ്ഞയും ഈ ഒരു നീല കലർന്ന പച്ച അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറം, കറുപ്പ് നിറം, ഇത് രണ്ടും തമ്മിൽ നല്ല യോജിപ്പാണ്. ഭഗവാന്റെ ആ നീലവർണ്ണവും ഭഗവാൻ ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പെട്ടും തമ്മിൽ വല്ലാത്ത ഒരു കളർ കോമ്പിനേഷനാണ്. അതാണ് ഭഗവാന്റെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം. എന്താണ്? ഭഗവാൻ ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരമായതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഏറ്റവും സുന്ദരമായ ശരീരമാണ് ഭഗവാന്റേത്. ഭഗവാന്റെ സൗന്ദര്യബോധവും ആർക്കുമില്ലാത്തതായ സൗന്ദര്യബോധമാണ്. അപൂർവമാണ് ആ സൗന്ദര്യം. അങ്ങനെ ഭഗവാന്റെ ആ രവികരഗൗരം, സൂര്യപ്രഭയുടെ സൂര്യരശ്മികളുടെ ആ മഞ്ഞ നിറത്തിലുള്ള ശ്രേഷ്ഠമായ അമ്പരം ധരിച്ചവനായ ഭഗവാനെ പിന്നെ അളകകുല ആവൃത ആനനാബ്ജം വപുഹു. ഭഗവാന്റെ ശരീരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അളകകുലം, അളകങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുടിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നതായ മുടിയിഴകളാണ് അളകങ്ങൾ. അളകകുലം എന്ന് പറയുന്ന അളക സമൂഹങ്ങൾ, അനേകം ആ അളകങ്ങളുടെ കൂട്ടം മുഖത്തേക്ക് വീണ് കിടക്കുന്ന, അത് ഭഗവാന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അളകങ്ങൾ ഇന്ന് അത് ഓരോ കാലത്ത് ഓരോ ഫാഷനാണല്ലോ. മുടി മുട്ടയടിക്കുന്ന ഒരു ഫാഷൻ, പകുതി മുട്ടയടിക്കുന്ന ഫാഷൻ ഉണ്ട്. അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ കെട്ടിയിടുന്ന രീതിയുണ്ട്. മുടി മുഴുവൻ നീട്ടി ഇങ്ങനെ അഴിച്ചിട്ടിങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ കാലത്ത് ഓരോ സൗന്ദര്യ ലക്ഷണമായിട്ട് സുന്ദരന്മാരായിട്ട് ആളുകളും സുന്ദരിമാരൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ മുടി ഇഴകൾ ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നത് സൗന്ദര്യ ലക്ഷണമായിട്ടാണ് പണ്ട് കാലത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് അളകകുലങ്ങളാൽ ആവൃതമായ ഈ അളകങ്ങളാൽ മൂടി നിൽക്കുന്നതായ ഭഗവാന്റെ ആനനാബ്ജം, ആനമാകുന്ന മുഖമാകുന്ന താമര. അപ്പോൾ അതിന് മറ്റൊരു ഉപമാനം കൂടി വന്നു ചേരാറുണ്ട്. സാധാരണ താമരയാകുന്ന മുഖമാകുന്ന താമരയിലേക്ക് തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളെ പോലെ തോന്നുന്ന അളകങ്ങൾ എന്ന് സാധാരണ പറയാറുണ്ട്. ഇവിടെ അങ്ങനെ ആ ഒരു അളികുലം, അളകാളി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അളകങ്ങളുടെ കൂട്ടം ആ മുഖമാകുന്ന താമര പുഷ്പത്തിനെ മൂടുന്ന രീതിയിൽ നെറ്റിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നതായ ഭഗവാന്റെ ആ ശരീരത്തെ എന്നാണ് വപുഹു ദധാനേ. അങ്ങനെയുള്ള വപസ് ധരിച്ചവനിൽ, അങ്ങനെയുള്ള വപസ്സിനെ ശരീരത്തെ ധരിച്ചവനിൽ, സപ്തമി വിഭക്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനിൽ, ആ ഭഗവാന് പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? വിജയസഖേ എന്നാണ്. വിജയസഖേ എന്നുള്ളത് സംബോധനയല്ല, വിളിക്കുന്നതല്ല. വിജയസഖ എന്നുള്ള അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ സപ്തമിയാണ്. വിജയസഖനിൽ, വിജയ സുഹൃത്തായിരിക്കുന്ന, വിജയൻ എന്ന് വെച്ചാൽ അർജുനന്റെ പേരാണ്. അർജുന ഫൽഗുനോ ജിഷ്ണു കിരീടി ശ്വേതവാഹന, അർജുന ഫൽഗുനോ ജിഷ്ണു കിരീടി ശ്വേതവാഹന വിവത്സുർ വിജയ കൃഷ്ണോ സവ്യസാചീ ധനഞ്ജയ. ഇങ്ങനെ 10 പേരാണ് അർജുനൻ. അതിലൊരു പേരാണ് വിജയൻ എന്നുള്ളത്. അപ്പോൾ ആ വിജയന്റെ സഖാവ്, വിജയന്റെ സുഹൃത്തായിട്ട് ഉള്ള ആ ഭഗവാനിൽ, ഇങ്ങനെയാണ് ഭഗവാൻ വിജയസഖാവായിട്ട് സങ്കല്പിക്കാൻ കാരണം എന്താണ്? ഭീഷ്മർ അവസാനമായിട്ട് ഭഗവാനെ കണ്ടത് യുദ്ധത്തിൽ പാർത്ഥസാരഥിയായിട്ടാണ്, അർജുനന്റെ തേരാളിയായിട്ടാണ്. അർജുനന്റെ തേരാളിയായിട്ട് തൻ്റെ മുന്നിൽ, യുദ്ധത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തിലായിരുന്നു ഭീഷ്മരുടെ കണ്ണ് മുഴുവനും. ഭീഷ്മരെ വളരെ ആഗ്രഹത്തോടു കൂടി ഈ ഭഗവാനെ ആണല്ലോ ഞാൻ മരണശേഷം സ്വീകരിക്കേണ്ടത്, ഈ ഭഗവാനെ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ മരിക്കേണ്ടത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിരന്തരമായി ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തെ കണ്ടുകൊണ്ടും ആ ദിവ്യസ്വരൂപത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടും ഭഗവാനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടുമാണ് യുദ്ധം ചെയ്തത്. പക്ഷേ ആ ഭീഷ്മരിൽ ഇടക്കിടക്ക് ദൈത്യസ്വരൂപം, ആസുരികത അദ്ദേഹത്തെ ആവേശിച്ചു എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. അസുരന്മാർ അദ്ദേഹത്തെ ആവേശിച്ചത് കൊണ്ട് അദ്ദേഹം ഒന്നും നോക്കാതെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ നെഞ്ചത്തേക്കും അദ്ദേഹം ധാരാളമായിട്ട് ശരമാരി പെയ്ത് ഭഗവാന്റെ ശരീരം മുറിവേൽപ്പിച്ചിട്ടുമുണ്ട്. അർജുനനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അനേക ലക്ഷം സൈനികരെ കൊന്നൊടുക്കിയിട്ടുണ്ട്.
ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും ധാർമ്മികമായിട്ടൊക്കെ തന്നെ ദിവ്യാസ്ത്രം അറിയാത്ത ആളുകളെ പോലും അദ്ദേഹം ദിവ്യാസ്ത്രങ്ങളെ കൊണ്ടൊക്കെ കൊന്നൊടുക്കിയ ചരിത്രമാണ് കുരുക്ഷേത്ര യുദ്ധകഥയിൽ പറയുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടായിരുന്നു. വിജയസഖാവായ വിജയസാരഥിയായ ഭഗവാനിൽ, ആ ഭഗവാനെ യുദ്ധത്തിൻ്റെ ആ ഒരു അങ്കക്കലി മൂത്തു നിൽക്കുന്ന തനിക്ക് ഭഗവാനെ ആ സമയത്ത് വേണ്ടതുപോലെ ഭജിക്കാൻ, വേണ്ടതുപോലെ സ്നേഹിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴാ ഈ മരണശയ്യയിൽ, ശരശയ്യയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനിലേക്ക് മേ അനവദ്യാരതി അസ്തു, എനിക്ക് അനവദ്യമായിരിക്കുന്ന രതി ഉണ്ടാകട്ടെ. അനവദ്യമായെന്ന് വെച്ചാൽ നിഷ്കാമമായിട്ടുള്ളത്. അനവദ്യാരതി അഹൈതുകീ ഭക്തി എന്നർത്ഥം. ഫലാഭിസന്ധിരഹിത രതി. അഹൈതുകി എന്ന് ഭാഗവതത്തിന് ആദ്യഭാഗത്തുണ്ട്. അഹൈതുക്യ അപ്രതിഹത യാത്മാ സംപ്രസീദതി, യയാത്മാ സംപ്രസീദതി. അഹൈതുകിയായിരിക്കുന്ന ഭക്തി, ഒരു നിമിത്തവുമില്ലാതെ, ഫലാകാംക്ഷയില്ലാതെ, ഫലത്തിന് വേണ്ടി അല്ലാതെയുള്ള ഭഗവാനോടുള്ള രതിയാണ്. അതുകൊണ്ടാണ് അതിനെ ഫലാഭിസന്ധിരഹിത, ഫലത്തിൻ്റെ അഭിസന്ധി ഇല്ലാത്തതായ രതി. ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനിലേക്കുള്ള നിരന്തരമായ മനോഗതികളുടെ പ്രയാണമാണ് ശരിയായ ശുദ്ധമായ ഭക്തി. അതാണ് അനവദ്യാഭക്തി. അനവദ്യം എന്ന് വെച്ചാൽ അവദ്യമല്ലാത്തത്. അവദ്യം എന്ന് വെച്ചാൽ പറയാൻ കൊള്ളാത്തത്. വദ്യം എന്ന് വെച്ചാൽ പറയാൻ കൊള്ളുന്നത്, ഏറ്റവും നല്ലത്. അവദ്യം എന്ന് വെച്ചാൽ പറയാൻ കൊള്ളാത്തത്. അപ്പോൾ അനവദ്യ എന്ന് പറയുമ്പോൾ രണ്ട് നെഗറ്റീവ് വന്നിട്ട് കുറ്റങ്ങളൊന്നുമില്ലാത്തത്, കുറ്റമറ്റത് എന്നർത്ഥം കിട്ടും. ഇവിടെ രതി അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുമ്പോൾ, കുറ്റമറ്റ ഭക്തി എന്ന് പറയുന്നത് അഹൈതുകീ ഭക്തി തന്നെയാണ് എന്ന് ഭാഗവതത്തെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രതി, ഭഗവത് ഭക്തി എനിക്കുണ്ടാകട്ടെ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത ശ്ലോകം, ഭീഷ്മസ്തുതിയിൽ മൂന്നാമത്തെ ശ്ലോകം, അതായത് 34ാമത്തെ ശ്ലോകം നോക്കൂ. യുധിതുരകരജോ വിധൂമ്രവിശ്വകചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനത്വചി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. യുധിതുരകരജോ വിധൂമ്രവിശ്വകചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനത്വചി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. സന്ധി വിച്ഛേദം ചെയ്യാം. യുധി തുരകരജോ വിധൂമ്ര വിശ്വകചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ. ഒറ്റ പദമാണ്, വലിയൊരു പദം. മമ നിശിതശരൈഃ വിഭിദ്യമാനത്വചി വിലസത്കവചേ അസ്തു കൃഷ്ണേ ആത്മാ. ഇങ്ങനെയാണ് പദച്ഛേദം. ഇനി ഇതിന് അന്വയം നോക്കുക. യുധി ത്വരകരജോ വിധൂമ്ര വിശ്വകചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈഃ വിഭിദ്യമാനത്വചി വിലസത്കവചേ കൃഷ്ണേ ആത്മാ അസ്തു. കൃഷ്ണേ ആത്മാ അസ്തു എന്നാണ് ഇതിൽ ആകെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ വിശേഷണങ്ങളാണ്, കൃഷ്ണൻ്റെ വിശേഷണങ്ങളാണ്. കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ഉണ്ടാകട്ടെ, കൃഷ്ണനിൽ എൻ്റെ മനസ്സ് രമിക്കട്ടെ, കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ചെന്ന് പ്രാപിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. എങ്ങനെയുള്ള കൃഷ്ണനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യുധി, യുദ്ധത്തിൽ. തുരകരജോ വിധൂമ്ര വിശ്വകചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ. തുരകം എന്ന് വെച്ചാൽ എന്താണ്? തുരകം, തുരങ്കമം എന്നൊക്കെ പറഞ്ഞാൽ കുതിര. കുതിരയുടെ രജസ്, കുതിരയുടെ രജസ് എന്ന് വെച്ചാൽ കുതിര കുളമ്പടിയിൽ നിന്നും ഉയരുന്ന പൊടികളാണ്. കുതിരകൾ ഇങ്ങനെ ഓടുമ്പോൾ സമയത്ത് കുളമ്പ് നിലത്ത് മുട്ടിയിട്ട് ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയരുന്നു. അപ്പോൾ ആ പൊടിപടലങ്ങൾ ചേരുന്ന സമയത്ത് അതിനൊരു പുകയുടെ വർണ്ണം, വിശേഷമായിരിക്കുന്ന ധൂമ്രവർണ്ണം, പുക ഉയരുകയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ കുതിര കുളമ്പടിയിൽ നിന്നും രജസ്, അതായത് പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. അങ്ങനെ ആ പൊടിപടലങ്ങൾ എവിടെയാണ് പറ്റുന്നത്? ഭഗവാൻ തേരാളി ആയതുകൊണ്ട് ഈ പൊടികളൊക്കെ തന്നെ ഭഗവാന്റെ ശരീരത്തിൽ, ഭഗവാന്റെ മുടിയിഴകളിൽ, ഭഗവാന്റെ വസ്ത്രത്തിൽ, ഭഗവാന്റെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികളും ആ വിയർപ്പിനോടൊപ്പം തന്നെ ഈ പൊടിപടലങ്ങളും ചേർന്ന് പറ്റിക്കിടക്കുന്നു. അപ്പോൾ ആകെപ്പാടെ
ഭഗവാന്റെ രൂപം വികൃതമാവുകയില്ലേ എന്നാണെങ്കിൽ ഭീഷ്മർ പറയുന്നു ഇല്ല, ഭഗവാന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്തത് അതിലൂടെ. അതാണ് തുരകരജോ വിധൂമ്ര വിശ്വകച ലുളിത. ആ വിശ്വക് എന്ന് വെച്ചാൽ എന്താണ്? ഇതസ്തതശ്ചലന്ത എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നതായ നാനാദിക്കുകളിലേക്കും നാലുപാടും അങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നതായ ലുളിതം എന്ന് വെച്ചാൽ വികിരണം ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പടർന്ന് അങ്ങനെ പോകുന്നതായ ഭഗവാന്റെ കചം എന്ന് വെച്ചാൽ മുടി. ഇപ്പൊ കച ലുളിത നാനാഭാഗങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ചലിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ചു നിൽക്കുകയും ചെയ്യുന്നതായ ഭഗവാന്റെ മുടികളിൽ ഈ ധൂമ്രവർണ്ണം, കുതിരയുടെ കുളമ്പടിയിൽ നിന്നും ഉയരുന്ന പൊടിപടലങ്ങൾ പറ്റിയിട്ട് ധൂമ്രവർണ്ണമായി കാണുകയും, അതുപോലെ ശ്രമവാരി അലങ്കൃതാസ്യേ. ശ്രമവാരി എന്ന് വെച്ചാൽ അധ്വാനം ചെയ്തിട്ടുണ്ടാകുന്ന വിയർപ്പ് കണങ്ങൾ. ആ വിയർപ്പ് കണങ്ങൾ ശ്രമവാരി മുഖത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും എന്തായിരുന്നു? അതുകൊണ്ട് അലങ്കൃതമായ ആസ്യം, ഭഗവാന്റെ മുഖം അലങ്കൃതമായി. അപ്പോൾ ഭഗവാന്റെ മുഖത്തിന് എന്തും ചേരും. ഭഗവാന്റെ സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യോ വിയർത്തിട്ട് ഞാൻ മുഖത്തിട്ട പൗഡറൊക്കെ പോയി, അംഗരാഗങ്ങളൊക്കെ മാഞ്ഞു പോയി, കുറി മാഞ്ഞു പോയി, ഒരു ഭംഗിയുമില്ല, ഫോട്ടോ എടുക്കാനാണ് വരുന്നിരിക്കുന്നത്, നമ്മൾ പറയും ഇനി ഇന്ന് വേണ്ട, അല്ലെ ഞാൻ ഒന്ന് കുളിച്ച് വീണ്ടും ഒരുങ്ങിയിട്ട് വരാമെന്ന് പറയും. പക്ഷെ ഭഗവാന്റെ സൗന്ദര്യം അങ്ങനെ നശിക്കുന്ന സൗന്ദര്യമല്ല, അത് ദിവ്യ സൗന്ദര്യമാണ്, സനാതന വസ്തുവാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ആ വിയർപ്പ് കണങ്ങളിൽ ഭഗവാന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രമവാരി അലങ്കൃതാസ്യേ, ഭഗവാന്റെ ആസ്യം ആ ശ്രമവാരി കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു എന്നാണ്. അതെന്താണ് പ്രമാണം? സുന്ദരേ കിംന സുന്ദര എന്നൊരു ശാസ്ത്രമുണ്ട്. സുന്ദരനിൽ എല്ലാം സുന്ദരമായിരിക്കും. സുന്ദരനായൊരു മനുഷ്യൻ അല്ലെങ്കിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മണ്ണ് പുരണ്ടാൽ അത് സൗന്ദര്യമായിരിക്കും. കരഞ്ഞ് കണ്ണ് കലങ്ങിയാൽ അത് സൗന്ദര്യമായിരിക്കും. അവർ കോപിച്ചാൽ അതിന് മറ്റൊരു സൗന്ദര്യമാണ്. രാമായണത്തിൽ ശ്രീരാമന്റെ കോപത്തെക്കുറിച്ച് അതിസുന്ദരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഉദ്വേലമിവ സാഗര, അങ്ങനെ വേലിയേറ്റത്തോട് കൂട്ടിയിട്ട് ഉയർന്നു വരുന്ന സമുദ്രം പോലെ ഭഗവാൻ കോപിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സുകൊണ്ട് കാണാൻ സാധിക്കുന്ന ആ ഒരു ഗംഭീരമായ ഭാവമാണ്. അതിന് ഒരു സൗന്ദര്യം വേറെ തന്നെയാണ്. അപ്പോൾ ഈ വേർതിരിക്കുക, മണ്ണ് പറ്റുക, പൊടി പറ്റുക, അല്ലെങ്കിൽ മുഖത്തിന്റെ ഭാവം മാറുക, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലും സുന്ദരൻ എന്തായിരിക്കും? സുന്ദരേ കിംന സുന്ദര, സുന്ദരിയിൽ എല്ലാം സുന്ദരമായിരിക്കും. അവർ മുഷിഞ്ഞ വസ്ത്രമിട്ടാൽ അതും ഒരു സൗന്ദര്യം അവരെ വർദ്ധിപ്പിക്കും. ഭഗവാന്റെ ശരീരം പ്രത്യേകിച്ചും ദിവ്യ ശരീരമായതുകൊണ്ട് ഭഗവാന്റെ ശരീരത്തിൽ അണിയുന്ന ആഭരണങ്ങൾ പോലും ഭഗവാന്റെ ശരീരം കൊണ്ട് അലങ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പദം ഭൂഷണാംഗം എന്ന് ഭാഗവതം പറയുന്നു. ഭഗവാന്റെ ശരീരം കൊണ്ട് ആ ആഭരണങ്ങളുടെ സൗന്ദര്യമാണ് വർദ്ധിക്കുന്നത്, ആഭരണങ്ങളെ കൊണ്ട് ഭഗവാന്റെ സൗന്ദര്യമല്ല വർദ്ധിക്കുന്നത് എന്നാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെയുള്ള ആ മുഖത്തോടു കൂടിയവനായ ഭഗവാനിൽ പിന്നെ എന്താണ് വിശേഷണം പറഞ്ഞിരിക്കുന്നത്? മമ നിശിത ശരൈർ വിഭിദ്യമാനത്വചി, മമ എൻ്റെ, നിശിത ശരൈഹി മൂർച്ചയുള്ള ശരങ്ങളാൽ, വിഭിദ്യമാനത്വചി ഭേദിക്കപ്പെട്ട വിശേഷമായി മുറിക്കപ്പെട്ട ചർമ്മത്തോട് കൂടിയിട്ടുള്ള ഭഗവാനിൽ. അപ്പം ഭീഷ്മരുടെ കൂരമ്പുകൾ തറച്ച് ഭഗവാന്റെ ശരീരമൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഒരു കൂസലുമില്ല. ഭഗവാൻ അങ്ങനെ അഭിനയിക്കാറുണ്ട്, മുറിവേറ്റതായിട്ട് അഭിനയിക്കാറുണ്ട് എന്ന് മറ്റു പുരാണങ്ങളും പറയുന്നു. അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാന് മുറിവേറ്റതായിട്ടൊക്കെ കാണും. അത് ഭഗവാന്റെ ലീലയാണ്. വാസ്തവത്തിൽ ഭഗവാൻ നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മലക്ഷണത്തോട് കൂടിയിട്ടുള്ളതാണ്. ആത്മാവിന്റെ ലക്ഷണം എന്താണ്? ഇതിന് ശസ്ത്രങ്ങൾക്ക് ഇതിനെ മുറിക്കാൻ സാധിക്കുകയില്ല, അഗ്നിക്ക് ഇതിനെ ദഹിപ്പിക്കാൻ സാധിക്കുകയില്ല, ജലത്തിന് ഇതിനെ ലയിപ്പിക്കാൻ സാധിക്കുകയില്ല, വായുവിന് ഇതിനെ ഉണക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ആത്മാവിന്റെ സ്വഭാവമായിട്ട് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ആത്മസ്വരൂപനാണ്. ആ ആത്മസ്വരൂപനായ ഭഗവാന്റെ ശരീരത്തെ മുറിപ്പിക്കാനും ശസ്ത്രങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് താൻ മനുഷ്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ആ മുറിവുകൾ പ്രദർശിപ്പിച്ചു എന്ന് മാത്രമേ ഇതിന് അർത്ഥമെടുക്കാൻ പാടുള്ളൂ എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. പിന്നെയോ വിലസത് കവചേ കൃഷ്ണേ, വിലസുന്ന ശോഭിക്കുന്നതായ കവചത്തോട് കൂടിയ കൃഷ്ണനിൽ. ശരീരം മുറിഞ്ഞു, നെഞ്ചിൽ ഓർച്ചട്ട അണിഞ്ഞിട്ടുണ്ട്, കവചം അണിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ നെഞ്ചിൽ അധികം ശരങ്ങളെ കൊണ്ടില്ല എന്നർത്ഥം.
അപ്പം ശോഭിക്കുന്ന ആ മാർച്ചട്ടയോട് കൂടിയിട്ടുള്ള കൃഷ്ണനിൽ ആത്മാ അസ്തു, മനസ്സ് നിലനിൽക്കട്ടെ, എൻ്റെ മനസ്സ് രമിക്കട്ടെ, എൻ്റെ മനസ്സ് അഭിരമിക്കട്ടെ എന്നാണ് ഭീഷ്മരുടെ പ്രാർത്ഥന. അതാണ് 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.